പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 11 ബുധൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ബലിപെരുന്നാൾ ആഘോഷങ്ങൾ തുടരുന്നു. വിവിധ നഗരസഭകളുടെയും വിലായത്തുകളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്ത വിനോദ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ദാഖ്ലിയ ഗവർണറേറ്റിലെ ആദം മനാഹ് ഇസ്കി വിലായത്തുകളിൽ നടന്ന ആഘോഷ പരിപാടികൾ പ്രേക്ഷകരുടെ മനം കവരുന്നതായി. കുട്ടികൾക്കായുള്ള നിരവധി വിനോദ പരിപാടികളും മത്സരങ്ങളും ഉൾപ്പെടുത്തി വിലായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലായിരുന്നു ആഘോഷങ്ങൾ നടന്നിരുന്നത്. കരകൗശല വസ്തുക്കൾ, കുടുംബങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ് പ്രദർശനങ്ങൾ, മൊബൈൽ കഫേകൾ, കുട്ടികളുടെ ഗെയിമുകൾ, ആകർഷകമായ ലേസർ ഫയർ ഷോകൾ, പാട്ടുകൾ എന്നിവയായിരുന്നു പരിപാടിയുടെ ഭാഗമായി നടന്നിരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഒമാൻ ഇന്ന് പലസ്തീനെ നേരിടും. ഒമാൻ സമയം രാത്രി 10:15 ജോർദാനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിലാണ് മത്സരം. ടീമിനെ പിന്തുണയ്ക്കാൻ ഒമാൻ കാണികളും അമ്മാനിലേക്ക് പറക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരം പ്രധാനപ്പെട്ടതാണെങ്കിലും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയതായും പരിശീലകൻ റഷീദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യോഗ്യതാ റൗണ്ടിലെ യാത്ര തുടരാനുള്ള ആഗ്രഹവും അഭിലാഷവും ടീമിനുണ്ട്. താരങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി നൽകും. മത്സരത്തിലെ ചെറിയ ഭാഗങ്ങൾ പോലും കളിയുടെ വിധി നിർണ്ണയിക്കുമെന്നും റഷീദ് ജാബിർ പറഞ്ഞു. ഹാജിമാർക്ക് മികച്ച ആരോഗ്യ സേവനം ഒരുക്കിയ ഒമാനി സംഘത്തിന് പുരസ്കാരം. ഒമാൻ ഹജ്ജ് മിഷൻ ഒമാനി തീർത്ഥാടകർക്ക് നൽകിയ ആരോഗ്യ സേവനങ്ങൾക്കും ഉയർന്ന നിലവാരമുള്ള വൈദ്യസഹായത്തിനുമാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ അംഗീകാരം തേടിയെത്തിയത്. മക്കയിലെ മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന അള്ളാഹുവിന്റെ അതിഥികൾ എന്ന പരിപാടിയിൽ വച്ച് പുരസ്കാരം സമ്മാനിച്ചു. തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിൽ മികച്ച സംഭാവനകൾ നൽകിയ വിശിഷ്ട ഹജ്ജ് കാര്യ ഓഫീസുകളെയും ലാഭേച്ഛയില്ലാതെ സംഘടനകളെയും ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബലിപെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് രാജ്യത്തെ പൊതു-സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ഇന്ന് ഓഫീസുകളിലെത്തും. പെരുന്നാളിന് ഇത്തവണ 5 ദിവസം മാത്രമാണ് പൊതു അവധി ലഭിച്ചത്. ഭൂരിഭാഗം ജീവനക്കാരും ഇന്ന് തന്നെ ഓഫീസുകളിൽ തിരികെയെത്തും. രാജ്യത്തിന് പുറത്തേക്ക് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പോയ സ്വദേശികളും വിദേശികളും ഇതിനോടകം തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്ത വാരാന്ത്യം വരെ അധിക അവധി എടുത്ത് നാടടഞ്ഞ പ്രവാസികൾ അതിനുശേഷമാകും മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിക്കുക. ടിക്കറ്റ് നിരക്ക് ഉയർന്നതിനാൽ നാടടഞ്ഞ പ്രവാസികളും ചുരുക്കമാണ്. ഒമാനിൽ തന്നെ അവധി ദിനങ്ങൾ ചെലവഴിക്കുകയായിരുന്നു ഭൂരിഭാഗം പേരും. ഇത് ആഭ്യന്തര ടൂറിസത്തിനും ഉണർവ് പകർന്നു. തെരുവുകൾക്ക് മുകളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് പറന്നെത്താൻ വരുന്നു എയറോവെക്ടോ. സ്വദേശി സംരംഭകൻ ഫഹദ് അൽ റിയാമി സ്ഥാപിച്ച എയറോവെക്ടോ യാഥാർത്ഥ്യമാക്കുന്നതിന് റൊമാനിയൻ ആസ്ഥാനമായുള്ള ലൈൻ പോൾസുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ആളുകൾക്ക് പറന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനമാണ് എയറോവെക്ടോ യാഥാർത്ഥ്യമാക്കുക. ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്നാണ് ഈ വാഹനത്തിന്റെ പേര്. ലോകത്ത് ഇത് പുതിയതല്ലെങ്കിലും സുൽത്താനേറ്റിൽ നവ്യാനുഭവമാകും. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനാകുന്ന പറക്കും ബസ്സാണിത്. ഒമാൻ എയർപോർട്ട് സംഘടിപ്പിച്ച ഏവിയേഷൻ ഹാക്കത്തോണിൽ നിന്നാണ് ഈ ആശയത്തിന് ശ്രദ്ധ ലഭിച്ചത്. അതിനാൽ നൂറുകണക്കിന് അപേക്ഷകരിൽ അൽ റിയാമിയുടെ ഈ ആശയത്തിനായിരുന്നു പ്രാധാന്യം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുകയാണ് എയറോവെക്ടോയുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗര പ്രദേശങ്ങളുടെ പ്രധാന പ്രശ്നമാണിത്. കത്തുന്ന വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് വിവിധ ഗവർണറേറ്റുകളിൽ വേനൽ മഴ. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച മഴ തുടരുകയാണ്. ശക്തമായ കാറ്റും വീശിയടിച്ചു. വിവിധ ഇടങ്ങളിൽ ഇടിമിന്നലോടെയായിരുന്നു മഴ. എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബഹ്ല, ഹംറ, റുസ്താഖ്, സുഹാർ, ഇബ്രി, ഇസ്കി, സുഹാർ, നിസ്വ, കാപൂറ, നെഖൽ, അവാബി, ജബർ അക്തർ, വാദി അൽ മഅവി, ആമിറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്. ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ പെയ്തു. മറ്റു ചിലയിടങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായെങ്കിലും മഴ എത്തിയില്ല. മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താപനില കുറഞ്ഞതായി പ്രദേശവാസികൾ പറഞ്ഞു.
കാറ്റും മഴയും ശക്തമായതോടെ പലയിടങ്ങളിലും വാദികൾ നിറഞ്ഞു കവിയുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷമുണ്ടായി. ഇന്നലെ അൽഹജർ പർവ്വതനിരയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും മഴ തുടർന്നേക്കും. എന്നാൽ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് ആഴ്ചകളായി തുടരുന്ന കനത്ത ചൂടിന് വേനൽമഴ നേരിയ ആശ്വാസമായി. പെട്ടെന്ന് പെയ്ത മഴ ജനങ്ങളെ ആശങ്കയിലാക്കി. കർഷകർക്കും മഴ വലിയ അനുഗ്രഹമായി. പ്രവാസി മലയാളി നാട്ടിൽ നിര്യാതനായി. പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ സ്വദേശി അരുൺവില്ലയിൽ ബോസ് ഡാനിയൽ 55 വയസ്സാണ് കഴിഞ്ഞ ദിവസം രാത്രി സ്വവസതിയിൽ മരണപ്പെട്ടത്. അനവധി സുഹൃത്ത് ബന്ധങ്ങളുള്ള ബോസ് ഡാനിയൽ 1 വർഷം മുമ്പാണ് ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോയത്. പ്രിന്റിംഗ് മേഖലയിലെ ജോലിക്കാരനായിരുന്ന ബോസ് ഡാനിയൽ മത്രവാദി അൽ കബീർ, സീബ്, സുവൈക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ കമ്പനികളിലായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ ഷീല ബോസ്, മകൻ അരുൺ ബോസ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരും. തുടർന്ന് 10 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലെ ശുശ്രൂഷകളും നടത്തപ്പെടുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ 2 ഒമാനി പൗരന്മാർ മുങ്ങിമരിച്ചു. വാദി അൽ ഹുഖൈനിൽ തിങ്കളാഴ്ചയാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ബാത്തിന യൂണിറ്റ് സിവിൽ ഡിഫൻസിലെ മുങ്ങൽ വിദഗ്ധരെത്തിയാണ് 2 പേരുടെയും മൃതദേഹം തിരച്ചിലിനൊടുവിൽ കണ്ടെടുത്തത്. ദാരുണമായ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. നിയുക്തമായ സ്ഥലങ്ങളിൽ നീന്തരുത്. അമിതജലമോ ശക്തമായ ജലമൊഴുക്കോ ഉള്ള സമയങ്ങളിൽ നീന്താൻ ഇറങ്ങരുതെന്നും അധികൃതർ ഉണർത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.